വെൽക്കം ബാക്ക് ടു ഐ സ്പൈസി ഡിലൈറ്റ്സ്. ഇതൊരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ. ഒരു ചിക്കൻ റെസിപ്പി തന്നെയാണ്, ചിക്കൻ തുള്ളിച്ചാടി. അപ്പോൾ നിങ്ങൾ കരുതുന്നുണ്ട് ചിക്കൻ എങ്ങനെയാണ് തുള്ളിച്ചാടുന്നത്, പക്ഷേ ഇത് ചിക്കൻ തുള്ളിച്ചാടിയതല്ല. ഇത് എൻ്റെ റെസിപ്പിയുടെ പേരാണ് ചിക്കൻ തുള്ളിച്ചാടി. നല്ല സോഫ്റ്റായിട്ട് നല്ല ടെക്സ്ചറോടെ നമുക്ക് എല്ലാ മസാലയൊക്കെ പിടിച്ച് നല്ലൊരു അടിപൊളി ടേസ്റ്റിലാണ് ഈ ചിക്കൻ തുള്ളിച്ചാടി റെസിപ്പി തയ്യാറാക്കുന്നത്. അപ്പോൾ ഞാൻ എന്തായാലും നിങ്ങളെ പറഞ്ഞു കൊതിപ്പിക്കുന്നില്ല, ബാക്കി നമുക്ക് വീഡിയോയിൽ കാണാം എങ്ങനെയാണ് ചിക്കൻ തുള്ളിച്ചാടി തയ്യാറാക്കാമെന്ന്. ചിക്കൻ തുള്ളിച്ചാടി തയ്യാറാക്കാൻ വേണ്ടി ഉപ്പും വിനാഗിരിയും ഇട്ട് കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കനിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പും, 1 ടേബിൾ സ്പൂൺ അധികം പുളിയില്ലാത്ത സാദാ തൈരും, 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും 1 ടേബിൾ സ്പൂൺ റൈസ് ഫ്ലോറും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. നല്ലതുപോലെ മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം 1 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കുക. സമയം ഒട്ടുമില്ല എന്നാണെങ്കിൽ അരമണിക്കൂർ റെസ്റ്റ് ചെയ്ത് വെച്ചാലും മതി. എത്രത്തോളം നമ്മളിത് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നു അത്രത്തോളം ഈ മസാലയൊക്കെ നമ്മുടെ ചിക്കനിലേക്ക് നന്നായിട്ട് പിടിക്കും. അപ്പോൾ അതുകൊണ്ട് റെസ്റ്റ് ചെയ്യാൻ പരമാവധി 1 മണിക്കൂറെങ്കിലും വെക്കുക. ഞാൻ എന്തായാലും ഇതൊരു ഓവർനൈറ്റ് വെക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഞാനിനി ഇതിൻ്റെ ബാക്കി പരിപാടികൾ അടുത്ത ദിവസമാണ് ചെയ്യുന്നത്. നമ്മുടെ ചിക്കനിൽ നന്നായിട്ട് മസാലയൊക്കെ പിടിച്ച് നല്ല രീതിയിൽ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഈ സുന്ദര കുട്ടപ്പന്മാരെ നേരെ അങ്ങോട്ട് എണ്ണയിലിട്ട് പൊരിക്കാൻ പോകണം. ഞാൻ മുങ്ങ കണക്കിനുള്ള എണ്ണ ഒഴിച്ചിട്ടല്ല പൊരിച്ചെടുക്കുന്നത്, ഞാൻ നോൺ സ്റ്റിക്കിലാണ്, അതുകൊണ്ട് കുറച്ച് എണ്ണ ഉപയോഗിച്ചിട്ട് തന്നെയാണ് പൊരിച്ചെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഓരോ പീസായിട്ട് ചിക്കൻ ഇട്ട് കൊടുക്കാം. ഒരുപാട് പൊരിക്കൊന്നും വേണ്ട കേട്ടോ, ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഒരു സൈഡ് വെന്തിട്ടുണ്ട്, ഇനി മറ്റേ സൈഡും കൂടി മറിച്ചിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. എന്താ മറിയാനൊരു മടി, അങ്ങോട്ടങ്ങ് മറിയുന്നേ. നമ്മുടെ ചിക്കൻ 2 സൈഡും കുക്കായിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ കിട്ടിയാൽ മതി ഫ്രൈ ചെയ്തിട്ട്. നമുക്കിതൊക്കെ ഒന്ന് മാറ്റാം. ബാക്കിയുള്ള ചിക്കനും കൂടി വറുത്ത് പോരാം. ഇതേ എണ്ണയിലേക്ക് തന്നെ 1/4 ടീസ്പൂൺ നല്ല ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊന്ന് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് സവാള, 2 വലിയ സവാള അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, ചെറുതായി അരിഞ്ഞതാണ്. എരിവിനാവശ്യമായ പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കണം കേട്ടോ. ഞാനിത് എഡിറ്റ് ചെയ്യുമ്പോഴാണ് ശ്രദ്ധിച്ചത്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തത് ഇതിൽ കിട്ടിയിട്ടില്ല, അപ്പോൾ അത് ചേർക്കണേ. കറിവേപ്പിലയും കൂടി ചേർത്ത് ഒന്നൊന്ന് വഴറ്റിയെടുക്കാം. എല്ലാം നന്നായി വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ ചിക്കൻ മസാലയും കൂടി ചേർത്ത് പച്ചമണം മറന്നിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഇതിലേക്ക് ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. ഇനി കുറച്ച് ചൂടുവെള്ളം ഇതിലേക്ക് ഒഴിക്കുക, എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ സമയത്ത് ഉപ്പൊന്ന് നോക്കുക, ഉപ്പിൻ്റെ ലേശം കുറവുണ്ട്, അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്നും കൂടി മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മളിങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലും നല്ലൊരു എന്താ പറയുക, നമുക്കിത് അപ്പം തന്നെ കഴിക്കാൻ തോന്നുന്ന ഒരു കൊതി തന്നെ നമുക്കിത് വരുന്നുണ്ട്. ഇത് വോയിസ് ഓവർ കൊടുക്കുമ്പോൾ എനിക്കിപ്പോഴും ഇത് കഴിക്കാനുള്ള കൊതിയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ റെസിപ്പി, ചിക്കൻ തുള്ളിച്ചാടി. വളരെ ഈസിയല്ലേ തയ്യാറാക്കാൻ. അപ്പോൾ നല്ല ടേസ്റ്റ് കേട്ടോ, നല്ല ഉഗ്രൻ ടേസ്റ്റുമാണ്, അടിപൊളി ടേസ്റ്റ്, നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, മസ്റ്റ് ട്രൈ ഐറ്റം തന്നെയാണ് കേട്ടോ. അപ്പോൾ ചിക്കൻ തുള്ളിച്ചാടി എന്തായാലും ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻസിലൂടെ അറിയിക്കാനും മറക്കല്ലേ കേട്ടോ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക്, ഷെയർ, കമൻറ്റ് ഇത് 3 തരാതെ പോകല്ലേ കേട്ടോ. അതുപോലെ ഇത് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കണേ. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഇതുപോലത്തെ ഈസി പീസി റെസിപ്പികൾ കിട്ടാൻ വേണ്ടി എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. കൂടെ ആ ബെൽ ബട്ടണും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാനിടുന്ന വീഡിയോസ് അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ പുതിയൊരു അടിപൊളി റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ടാറ്റാ.